ചങ്ങായിമാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് താജ്മഹലും പിന്നെ അങ്ങോട്ട് പോയിട്ട് 2 സ്ഥലം കണ്ടിട്ട് തിരിച്ചു വരുന്നു. ഇവിടുന്ന് ഇൻറ്റർസ്റ്റേറ്റ് ആയിക്കൊണ്ട് കുറേ ദൂരമുണ്ട്, ഏകദേശം 253 കിലോമീറ്റർ എന്തോ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. പിന്നെ അത് 500 കിലോമീറ്റർ ആയിട്ട് വരുന്നത്. അങ്ങനെ 2 വണ്ടിയിലായിട്ട് പോകുന്നുണ്ട്. രാവിലെ ഇപ്പോൾ 5 മണിക്ക് തന്നെ ഇറങ്ങി, അവിടെ ലേറ്റ് ആവുന്നു കാണുന്നില്ല. 5 മണിക്ക് തന്നെ ഇറങ്ങി, അവിടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ശരി, അവിടെ പോയിട്ട് എല്ലാം കാണിക്കാം. സെറ്റപ്പ് സ്ഥലം താജ്മഹൽ. എല്ലാവരും ഷാസ് മുംതാസ് അവരെന്തോ ഇഷ്ടമുണ്ടല്ലേ, ഫുള്ള് മാർബിളിൽ കെട്ടിയ ആ ഒരു താജ്മഹൽ ഞാനെല്ലാം നോക്കിയിട്ട് വരാം, എല്ലാം കാണിക്കാം. ഓക്കെ ഗായ്സ്, ഞങ്ങളെ വണ്ടിയൊക്കെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. രാവിലെ 5 മണിക്ക്. ഒരു മനുഷ്യനില്ല, ഒരു മനുഷ്യന് ഡൽഹി ഈ സിറ്റിയിലില്ല. ഇത് VIP ഏരിയ ആയിക്കൊണ്ട് ആരുമില്ല. VIP ഏരിയ ആയിക്കൊണ്ട് ആരുമില്ല. നൈറ്റോളം ഫുൾ ആൾക്കാരാണ്. ഒരു വണ്ടി പോകാൻ, ഒരാൾ പോകാൻ സ്ഥലം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നോക്കി ആരുമില്ല, മാത്രം. രാവിലെ ഇവിടെ തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. നോക്കി, വീട്ടിൻ്റെ എതിരെ പാർക്കിങ്ങിൻ്റെ സ്ഥലമില്ല ഇവിടെ. ഫുള്ള് റോഡ് സൈഡിൻ്റെ സൈഡിൽ കുറച്ച് സ്ഥലം ഉണ്ടാകും, അവിടെ പാർക്കിങ്. ചെറിയൊരു 20 രൂപ 30 രൂപ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവിടെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് വണ്ടി പാർക്കാക്കിയിട്ട് പോകും. അങ്ങനത്തെ ഒരു സ്ഥലം. ഇത് ബാംഗ്ലൂർ പോലെ സെയിം. ഓക്കെ, ഇവിടെ വണ്ടി പാർക്കാക്കി. നോക്കി ഗായ്സ്, ഈ റോഡ് ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശ് വരുമ്പോൾ ഒരു ടോൾ ഗേറ്റ്, ഫസ്റ്റ് ടോൾ ഗേറ്റാണ്. ഇങ്ങോട്ട് ആഗ്ര വരുമ്പോൾ നോക്കി ഇൻറ്റർസ്റ്റേറ്റ് ആയിക്കൊണ്ട് ഗായ്സ്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് നാസ്റ്റ് ആക്കാൻ നിന്ന്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഹായ്, വാ ഫുഡാക്കാം വാ. എങ്ങനെ യാത്ര എങ്ങനെ? നല്ലതായി. ഉറക്കം വന്നു നല്ല ഉറക്കം. അപ്പോൾ നമ്മൾ ഫുഡാക്കാൻ കഴിയുന്നുണ്ട്. ഇതാ എല്ലാവരും ഉണ്ട്. ചെറിയ ഹോട്ടലല്ല, ഉള്ളിൽ വരുമ്പോൾ നല്ല സെറ്റപ്പാണ്, ഞാൻ കാണിക്കാം. അങ്ങനെ ഇവിടെ ഫുഡാക്കിയിട്ട് ഇനി ബാക്കി കാര്യങ്ങളുണ്ട്. ഫുഡാക്കിയിട്ട് ഒരു 100 കിലോമീറ്റർ ഇനിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. ഗായ്സ്, ഇവിടെ ഉള്ളിൽ നമുക്ക് വേണ്ടിയ ഐറ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ പുറത്തൊരു കടയുണ്ട്, അവിടെ പോകുന്നുണ്ട്. മാഗി ഉണ്ടല്ല, മാഗി തിന്നിട്ട് പോകാം. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുഡെല്ലാം ആക്കി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. നമ്മുടെ ബായ് ഉണ്ട്, ഹായ് ബായ്. അങ്ങനെ ഇപ്പോൾ ആഗ്രയ്ക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരു 100 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനിൽ ഒരു മണിക്കൂറിൽ എത്തുമെന്ന് തോന്നുന്നു, അറിയില്ല. നോക്കി ഇവിടുത്തെ ഹൈവേയിലാണ്. നോക്കി ഫ്ലൈ ഓവർ എങ്ങനെയുണ്ട് നോക്കി, ഫുള്ള് സെറ്റപ്പ്. ഈ വഴിയിൽ ഇങ്ങനെ പോയെങ്കിൽ അപ്പുറത്ത് ഇതാ, അപ്പുറത്തൊരു ഫ്ലൈ ഓവറിന് താഴെ ഇരിക്കാൻ ആ ഒരു ഫ്ലൈ ഓവർ. സെറ്റപ്പാണ്. ഇത് മധുരയാണ്, ഉത്തർപ്രദേശിന് മധുര എത്തിയിട്ടുണ്ട്. അപ്പോൾ മധുരയിൽ നിന്ന് ആഗ്രയ്ക്ക് ഒരു എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കാം. കിലോമീറ്ററിൻ്റെ ബോർഡ് ഞാൻ കുറേ ദൂരത്ത് കണ്ടത്. നോക്കാം, 110. ഇവിടെ ഓവർടേക്ക് 4 ഇതുണ്ടാവും, 4 റോഡുണ്ട്. 4 വണ്ടിക്ക് ഒരേ സമയത്തിൽ പോകുന്ന പോലെ ഫുള്ള് നമ്മളെ സർക്കാരാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, റോഡ് വെച്ച് നമ്മളെ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇത് 3ാമത്തെ ടോള് കിട്ടുന്നുണ്ട്. നോക്കിയ ടോൾ നോക്കിയ നല്ല റോഡുണ്ട്, പക്ഷെ ടോൾ ഗേറ്റ് അത്ര തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു 35 കിലോമീറ്റർ ബാക്കിയുണ്ട് നമ്മളെ താജ്മഹൽ എത്താൻ. അപ്പോൾ താജ്മഹൽ എത്തി ഇപ്പോൾ ഏകദേശം ടൈം 9 മണിയായി. നമ്മൾ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിക്ക് 5:15 ഇറങ്ങി. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ടൈമായി 5, 6, 7, 8, 9, 5 മണിക്കൂറായി. അറിയില്ല എത്ര. നമ്മളോട് ഇന്നലെ 3 മണിക്കൂർ, പിന്നെ ഡിലേ ആയി, മെല്ലെ സ്ലോ ആയിട്ട് വന്നു. പിന്നെ ഇവിടെ പോലീസുകാരൻ കേൾക്കലല്ലേ, എല്ലാം പെട്രോൾ ഓവർ ബ്രിഡ്ജിൻ്റെ സൈഡിൽ പോലീസിന് വണ്ടിയുണ്ട്. ഓവർ സ്പീഡ് ലിമിറ്റും ഉണ്ട് ഇവിടെ, അങ്ങനെ കുറേ സംഭവമുണ്ട്. അപ്പോൾ ഇതാ ടൗൺ പ്ലാസയ്ക്ക് ഇവിടെ നമ്മൾ ആടെ ഒരു പേയ്മെൻറ്റ് അടിച്ചുകൊണ്ട് എല്ലായിടത്തും സെയിം പേയ്മെൻറ്റ് നോക്കി ആ ഒരു ബില്ല് കാണിച്ചാൽ മതി. അങ്ങനൊന്നും സംഭവം ഉണ്ട് ഇവിടെ.
നമ്മുടെ നാട്ടിലായെങ്കിൽ ആ ബില്ല് കഴിച്ചെങ്കിൽ നീ പോടാന്ന് പറയും, അങ്ങനെയൊന്നും നമ്മളുണ്ടാവും. അപ്പോൾ താജ്മഹലിന് കുറച്ച് കിലോമീറ്റർ ബാക്കിയുള്ളൂ. നമുക്ക് റോഡ് നോക്കിയ ചൂട് കാണുന്നുണ്ട് ദൂരത്ത്. ഫുൾ ഷെയ്ഡ് ഇത്ര വലിയ ഹൈവേ ഞാൻ ഫസ്റ്റ് കാണുന്നത്. സൈക്ലിങ്ങിന് ഭയങ്കര രസമുള്ള സംഭവം ഹൈവേ ആണ്. നോക്കി അപ്പുറത്തെ ചൂടുണ്ട്. ഒരു ക്ലൈമറ്റ് വേറെ ക്ലൈമറ്റ് തന്നെ. എത്രയോ ഡിഗ്രി സെൽഷ്യസിൽ എത്രയുണ്ട് അത് നോക്കിയിട്ട് നോക്കണം. ഇങ്ങനെ കാണാൻ പറ്റും ടൈം. ഓക്കെ, നമ്മൾ ഇന്നൊരു വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പുറത്തെ വണ്ടി ഷിഫ്റ്റ് തന്നെയാണ്. 31 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഭയങ്കര ചൂടുണ്ട്. പക്ഷെ നമ്മൾ കാറിനുള്ള അത്ര അറിയുന്നില്ല. ഇപ്പോൾ അറിയില്ല എങ്ങനെ. നമുക്ക് എടുത്ത ടാക്സി വണ്ടി അങ്ങനെയാണ് സംഭവം. ഗായ്സ്, അപ്പോൾ ആഗ്ര ഏരിയ എത്തി. ഇവിടുന്ന് ആഗ്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് ആഗ്ര സ്റ്റാർട്ടായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയില്ല, ചോദിക്കാം. ഇപ്പോൾ എത്ര കിലോമീറ്റർ ബാക്കിയാൽ 20. ഇനിയും 20 കിലോമീറ്റർ ആക്കിയുണ്ട്. നമ്മൾ തലപ്പാടിയിൽ നിന്ന് കുമ്പള വന്നത്ര വഴിയുണ്ട്. അപ്പോൾ വഴി നമുക്ക് അങ്ങനെ കേട്ടോ പിന്നെ ചുറ്റൊന്നില്ലാത്തത് കൊണ്ട് നമുക്ക് സ്ഥലം എത്തിയത് അറിഞ്ഞിട്ട് ഈ 250 കിലോമീറ്റർ വന്നത് അറിഞ്ഞിട്ട് പോലില്ല. ഞാനൊരു ബോർഡ് കാണിച്ചു. നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനാണ്. ഗായസൊക്കെ പാസ്സായി പോയി. താജ്മഹലിൻ്റെ ബോർഡ് കിട്ടി. അപ്പോൾ ആഗ്ര കുറച്ചുകൂടി ഇനി എതിർ പോകണം. ഇത് ബോർഡർ തുടങ്ങി എത്ര ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡർ ആയിട്ടുണ്ടാവും. അങ്ങനെയൊന്നും സംഭവം താങ്ക് യു ഫോർ വിസിറ്റ് അഗെയിൻ എന്നുണ്ട്. അങ്ങനെ അവിടെ ബോർഡ് ഇട്ടുണ്ട്. നമുക്ക് ആ കറണ്ട് ലൈൻ പാസ്സാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊരു കറണ്ട് ലൈൻ ഉണ്ടല്ലേ, സെയിം അതിങ്ങോട്ട് കണക്ട് ആകുന്നുണ്ട്. ഇവിടെ ചെക്കിങ്ങിൽ ഭയങ്കര ഉണ്ടാവും. 4ാമത്തെ ടോൾ ഗേറ്റാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം വരുമ്പോൾ 4ാമത്തെ, ഞാൻ 2ാമത്തെ കാണിച്ചിട്ട് 3ാമത്തെ കാണിച്ചു, ഇപ്പോൾ 4ാമത്തെ നോക്കി ഫുള്ള് റഷ്. ഇവിടെ പേയ്മെൻറ്റ് എന്ത് സംഭവമില്ല. ഇതാ ഫാസ്റ്റാഗ് സംഭവമുണ്ട്, പക്ഷെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാഷണൽ ഹൈവേ പാസ്സായിപ്പോൾ നാഷണൽ ഹൈവേ പാസ്സായിട്ട് സ്റ്റേറ്റ് ഹൈവേയിൽ പോകുന്നുണ്ട്. ആഗ്രഹത്തിന് ജസ്റ്റ് ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. അപ്പോൾ ആ നാഷണൽ ഹൈവേ ഭയങ്കര സുഖത്തിൽ വന്നോ. നമ്മൾ ഒരു 200 കിലോമീറ്റർ പാസ്സായത് അറിഞ്ഞിട്ട് പോലില്ല. അത്ര സ്പീഡിൽ വന്ന് സ്പീഡ് 80 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ആ വന്ന വഴി നമുക്ക് തീർന്നത് അറിഞ്ഞിട്ട് പോലില്ല. ഇപ്പോൾ ബൈപ്പാസിലായിട്ട് ഉള്ളിലായിട്ട് സ്റ്റേറ്റ് ഹൈവേയിലായിട്ട് പോകുന്നുണ്ട്. ഈ റോഡ് അത്ര മോശം, അത്ര ഇതില്ല സംഭവം, കുണ്ടെല്ലായിട്ട്. അപ്പോൾ ആ ഒരു ഹൈവേ എന്തോ ഒരു സുഖം ഉണ്ടായി. അപ്പോൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ട് ഇനി നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് താജ്മഹലിൻ്റെ അടുത്തെത്തി. ഇനി അവിടെ ഉള്ളിൽ പോയിട്ട് കാണാം. നമ്മൾ വണ്ടി പാർക്കാക്കിയിട്ട് ഇപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് പോവും. നമ്മളെ ഫുള്ള് ഇനി പോകണം. നമ്മളിത് ടിക്കറ്റ്, എൻ്റെ ഒരു ടിക്കറ്റ് എക്സ്ട്രാ എടുത്തുകൊണ്ട് ഒരു ആൾ ഫുള്ള് 5 ടിക്കറ്റ് മാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ 5 ടിക്കറ്റ് ഇന്ന് 5 നമ്മൾ 6 ആൾ അഡൽട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടിക്കറ്റ് എക്സ്ട്രാ പിന്നെ ഒരു ഐഡിയയിൽ പിന്നെ ഒന്ന് എടുത്തു. അങ്ങനെ 2 പേര് പേയ്മെൻറ്റ് ആക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരാൾക്ക് ഒരു ബേസിൽ 200 സംതിങ് പേയ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 5 ടിക്കറ്റ് എടുക്കാം. അങ്ങനെ എന്നൊരു ടിക്കറ്റ് എടുക്കും. അങ്ങനെ ഒരു പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്കാക്കിയിട്ട് എല്ലാത്തിനും ഒരു ടൂറിസ്റ്റ് ഗൈഡ് വേണം. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡ് ഇല്ലെങ്കിൽ നടക്കലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ പോവും. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പേയ്മെൻറ്റ്, വണ്ടി പാർക്കാക്കാൻ പേയ്മെൻറ്റ്, വണ്ടി വെക്കാൻ സ്ഥലമില്ല. അതിൻ്റെ ഇടയ്ക്ക് പേയ്മെൻറ്റും എടുത്തു. ഓക്കെ, നമ്മൾ ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ട്. എല്ലാ ഗൈഡ് ആൾ ഫുള്ളുണ്ട്. നമ്മളെ ഗൈഡ് ഇവിടെ ഉണ്ട്. നമ്മൾ വണ്ടി വാക്കാക്കിയിട്ട് നമ്മൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ബോർഡ് കണ്ടു 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നടക്കാം. അപ്പോൾ ഈ ഗൈഡ് നോക്കാതെ നമ്മൾ ഇത്ര ആൾ 9 പേര് നടക്കുന്നുണ്ട്. നോക്കിയിട്ട് കൂളിംഗ് ഗ്ലാസ്സിൽ വെച്ചിട്ട് പോകുന്നുണ്ട്. നോക്കൂ ഗൈസ്, ഇവിടെ ഈ ബാറ്ററി വണ്ടിയിൽ ഇരുന്നിട്ട് ഉള്ളിലേക്ക് പോകണത്ര, വേറെ വണ്ടിയില്ല. അപ്പോൾ നമ്മളൊരു വണ്ടി നോക്കുന്നുണ്ട്. നോക്കിയാൽ വണ്ടിയിൽ ഫുൾ ആൾക്കാർ, നോക്കി ഒരു സ്ഥലമില്ല. അപ്പോൾ വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിയിൽ കയറ്റി പോകും. അപ്പോൾ നോക്കി ഒരു വണ്ടി പോകും, ഒരു സൗണ്ട് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത്ര ആൾ ഹെവി പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സേഫ്റ്റി, നമ്മളുടെ സേഫ്റ്റി നമ്മൾ മാത്രം നോക്കണ്ടേ, വേറെ ആൾ നോക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഇവിടെ.
ഇത് ലൈന് നിന്നിട്ടുണ്ട്. ലൈന് നിന്നിട്ട് ആ വണ്ടിക്ക് കയറിയിട്ട് പോകുന്നു. വണ്ടി വന്നിട്ട് ഒരു വണ്ടി ഇല്ല. അപ്പോൾ എത്ര ആളുണ്ട് ഇവിടെ. പുറത്ത് മറ്റേ കൈകാടുണ്ട്, ഒരു ബാറ്ററി വണ്ടി. അപ്പോൾ നോക്കാം, ഈ വണ്ടിയിൽ പോയിട്ട് എല്ലാം കാണിക്കുക. ഓക്കെ, സാറാണ് ഗായ്സ്. പുറത്ത് ആ മറ്റേ സൈക്കിൾ വണ്ടി ഉണ്ട്, സൈക്കിൾ ഇരുന്നിട്ട് ആ വണ്ടി അടുത്തോളം പോകുന്നില്ലല്ലോ. അങ്ങനെ ഈ വണ്ടി അടുത്തോളം പോകുന്നുണ്ട്. അങ്ങനെ ഈ വണ്ടിക്ക് ഒരു ക്യൂ നോക്കി. അപ്പോൾ പുറത്ത് കുറേ വണ്ടികളുണ്ട്, കുറേ ടൂറിസ്റ്റ് വണ്ടികൾ ഉള്ളോളം പോകുന്നുണ്ട്. പക്ഷെ അത് പെർമിറ്റ് എടുക്കണം, അങ്ങനെയൊന്നും സംഭവം ഉണ്ട് ആഗ്രഹത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ വണ്ടി ഉള്ളോളം പോകുന്നു. അപ്പോൾ ഈ വണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ കയറിയിട്ട് പോകും. ഇതാ ഈ കവറാണ് ചെറുപ്പിനിടുന്നത്. അപ്പോൾ ചെറുപ്പ് ധൂള് വരുന്നില്ല. അപ്പോൾ ഷൂസ് കവറിലായിട്ടിട്ട് ഉള്ളിൽ കയറണ ഒരു 10 രൂപ അങ്ങനെ സംഭവം. ഒരാൾക്ക് 10 രൂപ ആയിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് വണ്ടിയിൽ ഇടുന്ന് അങ്ങോട്ടോളം പോകണം. അപ്പോൾ ഒരാൾക്ക് 10 രൂപ വീതം. വണ്ടിയിൽ ഭയങ്കര രസമാവും. കയറുന്ന നോക്കി ലൈൻ നോക്കി ബാക്കി കുറേ ലൈനുണ്ട്. നമ്മുടെ വണ്ടിയിൽ നമ്മൾ 9 പേരെ വീടുണ്ട്. അപ്പോൾ ഗൈഡാണിത്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇത്ര പേര് ഇവിടെ നിന്ന് നടന്നിട്ട് പോകണം. ഇതാ എത്തിക്കൊണ്ട് ഒരു സ്ഥലത്തിലെത്തിക്കൊണ്ട് ഭയങ്കര സ്ഥലമാണ്, ഭയങ്കര സെറ്റപ്പ്. ഓക്കെ, എല്ലാവരും നടന്നു. നമ്മളെ ഗൈഡ് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇല്ല വെഗ്ഗസില്ലേ, ഇതാണ് എൻട്രി. നോക്കിയേ, നമ്മളെ ഗൈഡ് എതിർ പോകുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ബാക്കിൽ ഇത്ര പേര് നടന്നിട്ട് പോകുന്നുണ്ട്. നല്ല സംഭവം. ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു സ്ഥലം വെയിറ്റ് ചെയ്യുക. ആ ഒരു ഫോട്ടോനെ പോലെ തന്നെ ഉണ്ട്. എൻട്രി ഫോർ ഈസ്റ്റ് ഗേറ്റ്. എത്ര ഗേറ്റ് ഉണ്ടെന്ന് അറിയില്ല, എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഇതാ പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഗൈഡിൻ്റെ ഫ്രണ്ട് ആരും കിട്ടിയില്ല. അപ്പോൾ ഓക്കെ, എല്ലാവരും പോകുന്നുണ്ട്. ചെക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഉണ്ട് ഇവിടെ. നോക്കി കടകൾ ലൈനായിട്ട് ഉണ്ട്. ഫുള്ള് മരങ്ങളിലെ കുറേ നെറ്റിൽ ഇങ്ങനെ നെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ കാലത്തെ സാധനം മുക്താസ് അപ്പോൾ കെട്ടിയതായിട്ടുണ്ടാവും. ഓരോ വൈഫിൻ്റെ ഇതിനായിട്ട് കെട്ടിയ സംഭവത്തിന് ഇത്രയുള്ള ഫേമസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഒരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് താജ്മഹൽ. അപ്പോൾ കാര്യങ്ങൾ നോക്കി, മരങ്ങൾ നോക്കി, ഫുള്ള് വലിയ വലിയ മരമായിട്ടുണ്ട്. ഇപ്പോൾ എത്ര കാലത്ത് മുമ്പ് വെച്ചതായിട്ടുണ്ടാവും. നോക്കി അതിനെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നോക്കി താഴെ നോക്കി ഫുള്ള് മണ്ണിൻ്റെ ആ ഇൻ്റർലോക്ക്, മുമ്പത്തെ കാലത്തെ ഇൻ്റർലോക്ക് നോക്കി. ആൾക്കാർ നോക്കി ഇവിടെ കൂട്ട് പിടിച്ച് ടിക്കറ്റ് എടുത്തു. പക്ഷെ അവിടെ സ്കാൻ ആക്കുന്നുണ്ട്. നോക്കി എത്ര ആൾ നോക്കി. എൻട്രി പ്രൈസ് നമ്മൾ വൈകുന്നേരം തന്നെ എടുത്തു. അങ്ങനെ നമ്മൾ ലൈൻ നോക്കി കുറേ ആളുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. നോക്കി താജ്മഹൽ കാണുന്നില്ല, പക്ഷെ അതിന് കുറച്ച് ഉണ്ടാക്കാറ്. ഇവിടെ CISF നമ്മളെ കമാൻഡേഴ്സ് ഇവിടെ ഉള്ളത്. നമ്മളെ ഇന്ത്യൻ പോലീസ് ഇല്ല, സോറി ഇന്ത്യൻ ഇവിടുത്തെ മാപ്പ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരു ഗൈഡിനവർക്ക് സിഗ്നേച്ചർ ഇടാണ്ട്. ഇത് എല്ലാവരും വിചാരിക്കുന്നത് ഇതൊരു ഡിസൈനൊക്കെയാണ്, പക്ഷേ ഇത് കല്ലാണോ. ഇതെല്ലാം കല്ല്, മാർബിളിൻ്റെ കല്ല്. നോക്കി പൂവെല്ലാം കല്ല് ചെത്തിരി ഇതാണ് റോയൽ ഗേറ്റ്. നമ്മൾ ഫസ്റ്റ് എൻട്രി ഗേറ്റാണ്. ഇതാണ് മെയിൻ സംഭവം കാണുന്നത്. ഇതാ പോകുന്നുണ്ടാകുമ്പോൾ താജ്മഹൽ കാണുന്നത്. മുകളിലുള്ള കാണുന്നത്, മുകളിലെ കയറാൻ കിട്ടുന്നത്. ആൾ നോക്കിയ ഈ ഒരു കാഴ്ച വാട്ടർ സെറ്റപ്പ് നോക്കിയാൽ നമ്മളിപ്പോൾ ട്രൈപ്പോഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നോക്കി നമ്മൾ അതിൻ്റെ അടുത്ത് പിന്നെ പോകും. ഓക്കെ, ഈ അടുത്ത സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് 200 ഇങ്ങനത്തെ പോലത്തെ 200 സ്ഥലമുണ്ട്. ഇത് നോക്കി നമ്മൾ ഗൈഡെല്ലാം കാണിക്കുന്നുണ്ട്, കാണാം. അപ്പോൾ പോകുന്നുണ്ട്.
Not in India. Like you can see the Taj Mahal. Taj Mahal is made up of white Makrana marble. This marble comes from Rajasthan. There is a district called Nagaur. That Agra to Nagaur near 350 kilometers far from here. Across the Jaipur. Yeah. At that time they are used only camel and horse cart. They want to go there, bring marble and coming back. They will reach around 2 months to go and come back. Okay. Now see all the minars. All minars look like straight. It's not straight. It's all leaning outside 2.3 degree Okay. in opposite direction. In future, if earthquake will coming on the place, that time all 4 towers not fall inside the building, fall opposite direction Yeah. and outside. At that time, will be safety for the middle and right to left building also. Yeah. See the right building are there. That part is Taj Mahal Royal Guest House. Same building, one more we have in the left part. That is mosque, Masoodi. Yeah. Yes. Now guest house area is completely closed. Mosque we are used now also open only on Friday. Yeah. Every Friday Taj Mahal is closed, open only for 2 hours from prayer time. Yeah. Yesterday. Okay. That time all entrance only Agra local Muslim people, visitors not allowed. To be check the local ID. At that time we are used this way, directly going to the mosque and same way to go exit. Shah Jahan have 3 wives. First Fatehpuri Begum, second Sirhindi Begum, third Mumtaz. Yeah. Her original name Anjuman Bano Begum. That's a memory only for Mumtaz. Yeah. First 2 wife was buried in outside gate and same place to make a beautiful mosque. First wife was buried in west, second wife was in east, third Mumtaz and Shah Jahan both are buried inside the mausoleum. But now everybody can go inside, there they can see duplicate, fake too. Yeah. Not real. Real too also there, but exact 22 feet below. Yeah. In a basement section, that area it will be closed permanently. That area will be open in the month of April only for 3 days in the starting first week. That time we are celebrate here Shah Jahan Mumtaz death anniversary. At that time real tomb will open. Everyone can go in basement to see the real one. Now everyone can go inside. There you can see the duplicate. So you heard that about one more Taj Mahal. After completing white, Shah Jahan to make one more for himself. For being 10 years, he was in house arrest in Agra Fort by his son Aurangzeb. What's the main reason? I was telling you that. Yeah. See the round circle? That side, that is Black Taj Mahal Foundation Shah Jahan made for himself. Unfortunately, only just done the foundation. He made a wall. Then after that, all the work are stopped. Still, that point used as a shooting area. All the movies, serials shoot in that side. With the background, we with Taj Mahal. Okay. See over there? That is ബ്ലാക്ക് താജ്മഹലാണ് സ്റ്റാർട്ടിങ് ആക്കി വെച്ചത് മാത്രം അപ്പം തന്നെ അത് നിർത്തി അവിടെ ഇപ്പോൾ ഫിലിം ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നില്ല, ഇല്ലെങ്കിൽ അവിടെ ഫിലിം ഷൂട്ടിങ്ങെല്ലാം നടക്കാം. ആടെ ഷൂട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഈ താജ്മഹലിൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനിയൊരു ഭയങ്കര ഇതുണ്ട്. അപ്പോൾ ഇത് ഈ സ്ഥലം ഉണ്ടല്ലേ, ഇത് രാവിലെ ആകുമ്പോൾ യെല്ലോ കളറായിട്ട് കാണും. അപ്പോൾ വൈകിട്ടാകുമ്പോൾ ഒരു ഗോൾഡ് ഷൈനിങ് എല്ലാം അടിക്കുന്നു അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഇത് സംഭവം അപ്പുറത്ത് കാണിക്കുന്നു പറഞ്ഞ് നമുക്ക് എൻട്രി ആ ടൈമിങ്സ് മാത്രം രാവിലെ നിന്ന് ഒരു ഉച്ചയ്ക്ക് 2 മണി അങ്ങനെ ഒന്ന് സമയം. അപ്പോൾ ഈ ടൈമിൽ ഗ്യാപ്പിലെല്ലാം ക്ലിയർ ആവും. അങ്ങനെ ഈ എടുത്ത ഈ സംഭവമൊക്കെ നമുക്ക് ആൾക്കാരെല്ലാം നോക്കി താഴെ ഇരുന്നിട്ടുണ്ട്. ഈ സൈഡിൽ മാത്രം വെയിലില്ലാത്ത ബാക്കിയുള്ള സൈഡിൽ വെയിലെല്ലാം കൊള്ളുന്നുണ്ട്. നോക്കി ആ ഒരു ടവർ നോക്കി സൈഡിലത്തൊരു നമ്മളെ ഞാനിത് പെട്ട് വിചാരിച്ച് വേറെ എന്തോ ഒരു വിവരമായിട്ടുണ്ട്. ഇത് നാട്ടിൽ യമുന നദി നോക്കി ശാന്തമായിട്ടുണ്ട്. നോക്കി എത്ര വൈഡായിട്ട് ശാന്തമായിട്ടുണ്ടാകും. രാജുവിൻ്റെ സൈഡിൽ തന്നെ യമുന നദി. അങ്ങനെ നമ്മൾ പുറത്തെത്തി. ആടെ റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ ഉള്ളിൽ വീഡിയോ എടുക്കാനില്ല. അങ്ങനെ ഇപ്പോൾ പുറത്ത് വന്ന് നോക്കി ഈ ഒരു വ്യൂ. എല്ലാവരും ഷൂവിൻ്റെ കവറെല്ലാം എടുത്ത് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഷൂവിൻ്റെ കവറിടും. അവിടെ വെച്ച് മുംതാസെല്ലാം വെച്ച് കൊണ്ട് അത് ഫുള്ള് അവിടെ ഫുള്ള് ക്ലോസ്, ഭയങ്കര സെക്യൂരിറ്റി കൊണ്ട് എന്തില്ല. നോക്കി എടുത്ത കാഴ്ച നോക്കി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നോക്കി ബാക്കിലത്തെ വ്യൂ നോക്കി. അങ്ങനെ നമ്മളിപ്പോൾ താഴെ എത്തി. ഇനി വേറെ കാര്യങ്ങളൊക്കെ നോക്കണം, വേറെ സ്ഥലത്ത് നോക്കണം. ഇതൊരു വേറൊരു ഗേറ്റ്. അപ്പോൾ അങ്ങനത്തെ 3 ഗേറ്റ് കണ്ടു. 3 ഗേറ്റുണ്ട്. 2 ഗേറ്റിൽ പണി വയ്ക്കുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ ഈ സൈഡിൽ നിന്ന് എക്സിറ്റാണ്. നമ്മൾ ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കയറി. അപ്പോൾ ഈ എക്സിറ്റ് ഈസി ഗേറ്റ്. ഗായ്സ്, അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റപ്പായിട്ട് പുറത്തിറങ്ങി.
വണ്ടീനെ കാത്ത് ഒരു രക്ഷയില്ല. നടക്കാൻ നോക്കി മരങ്ങളെല്ലാം ഇങ്ങനെ ഇട്ട് നോക്കി ഈ അടിയിലായിട്ട് നടക്കാൻ എന്തോ ഒരു സുഖം. വണ്ടിയിൽ കാത്ത നടക്കുകയില്ല. ഫുൾ അത്രന്നെ വണ്ടി ഫുൾ റഷായിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളെ ഈ വൈകിലായിട്ട് ഇങ്ങനെ നടന്നിട്ട് പോകും. അപ്പോൾ താജ്മഹലിന് കഴിഞ്ഞിട്ട് നമ്മൾ മിനി താജ്മഹൽ കാണാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഫുള്ള് അതിൻ്റെ ആർക്കിടെക്ചർ ആക്കിയിട്ട് മോഡലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കറങ്ങാതെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. ഉള്ളിലായിട്ട് പോവാം. ഗായ്സ് നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങുന്നുണ്ട്. മിനി താജ്മഹലിൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാനില്ല, അത് അവർക്ക് പുറത്ത് കാണിക്കാനില്ലല്ലോ. അങ്ങനെ ആ മിനി താജ്മഹലിലൊക്കെ കണ്ട് ഫ്രീ പോയിട്ട് കണ്ടത്. അപ്പോൾ താജ്മഹലിക്ക് പേയ്മെൻറ്റുകൾ കൊടുത്തു. ഇവിടെ ഫ്രീ കണ്ടിട്ട് നല്ല സെറ്റ് ഉണ്ടായി. പിന്നെ നമുക്കൊരു ഗൈഡ് ഉണ്ടായി, അയാൾ സെറ്റാണ്, അയാൾ ഫ്രണ്ട്ലിയായിട്ടുണ്ടായി. അയാൾക്ക് ഫീ ഗായ്സ്. അപ്പോൾ നമ്മൾ ഫുഡിലാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ റൂമിലേക്ക് മടങ്ങുന്നത്. ഇവിടുന്ന് 252 കിലോമീറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറേ കാഴ്ചകളുണ്ട്, പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല. ഫുള്ള് കാറുകൾ നമ്മൾ ഫുള്ളുണ്ട് ആൾ. അങ്ങനെ ഇനി എടുക്കാൻ ശ്രമിക്കാം, അത് കാണിക്കാം. പിന്നെ ഇവിടെ പറഞ്ഞെങ്കിൽ ആഗ്ര ഫുള്ള് ഫോട്ടോയിൽ കണ്ട്, താജ്മഹലിലുള്ള കണ്ട് സെറ്റ് ഹൗസാറുണ്ട്. ആഗ്ര ഫോർട്ടിന് പോകാൻ പറ്റുന്നില്ല. അവിടെ ഇത് ആർമിക്കാരുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവിടെ ഒന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇനി റൂം പോയിട്ട് വരെ കാണിക്കാം. വയലിൽ എന്തായാലും കിട്ടിയെങ്കിൽ ഞാൻ അപ്പോൾ താജ്മഹൽ കണ്ടിന്ന്. ഇന്ന് താജ്മഹൽ മാത്രം കണ്ടു. താജ്മഹലും മിനി താജ്മഹൽ ഉള്ളിൽ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമായ ദിവസമാണ്. പക്ഷെ നമ്മൾ കുറേ കിലോമീറ്റർ പാസ്സായി. അങ്ങനെയാണ് ഇന്നത്തെ ദിവസം പോയത്. നമ്മൾ അതിൻ്റെ അടുത്തല്ല ഉണ്ടായത്, ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശ് പോയിട്ട് അവിടെ പോയിട്ട് കാണുന്നതെങ്കിൽ ഭയങ്കര സംഭവം. ആ ഒരു ഉള്ളിൽ പോയിട്ട് കാണുമ്പോൾ എന്തോ ഒരു സുഖം. പക്ഷേ നമ്മൾ ദൂരത്തുനിന്ന് കാണുന്ന പോലെയല്ല. ദൂരത്തുനിന്ന് കാണുമ്പോൾ എന്തോ ഒരു ചില അടുത്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി പോയി അതേപോലെ. പക്ഷേ കാണണം, ലൈഫിലൊന്നും കാണണം ആ സംഭവ സ്ഥലം. ആ ഒരു സ്ഥലമല്ലേ, ഒരു മാർബിളിലാക്കിയിട്ട്. പിന്നെ മിനി ഇതുണ്ടായി. അപ്പോൾ ആടം ഫുള്ള് മാർബിളാക്കി, ചെറിയ ഇതായെങ്കിൽ മാർബിളാക്കിയതുണ്ട്. അത്രയും റേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇത്ര ദിവസം കണ്ട ആ സ്ഥലത്തിൽ ആ ഒരു താജ്മഹൽ മാത്രം വാ. അങ്ങനെ ഇപ്പോൾ സമയം 7 മണി ആകുമ്പോൾ എത്തിയ മാത്രം ഭയങ്കര അങ്ങനെ നമ്മൾ അതിൽ കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ റൂമിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയായി. ഇന്ന് ഫ്രഷ് ആവണമെന്നില്ല, കുളിക്കണം, ഫ്രഷ് ആയിട്ടെല്ലാം വീഡിയോ എഡിറ്റിംഗ് ആക്കുന്നുണ്ട്. ആ എഡിറ്റിങ്ങിലാക്കിയിട്ട് നാളെ അങ്ങനെ അപ്ലോഡ് ചെയ്യും. പിന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ ഫ്രണ്ട്, എൻ്റെ ചങ്കായത് ഗ്ലെന്ന്, ട്രാവലിംഗ് ഗൈഡ്സിൻ്റെ ഗ്ലെന്ന് നാട്ടിൽ വ്ളോഗിങ് ചെയ്യുന്നുണ്ട്. ആ വ്ളോഗും അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് നമ്മൾ വ്ളോഗ് കാണാം, നമ്മളെ വീഡിയോസ് കാണാം, നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാം, നമ്മുടെ ഫാമിലി ഒരു വിജയമാക്കുക. അങ്ങനെ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കുറേ ആൾ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വെച്ച് അവസാനം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലായിരിക്കുക.